നമസ്കാരം. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ആകെ മാറുന്നു. ഇതുവരെ 3 വർഷമായിരുന്നു ബിരുദ കോഴ്സുകൾ. ഇനി മുതൽ ഓണേഴ്സ് ചേർത്ത് 4 വർഷത്തെ ബിരുദ കോഴ്സുകൾ ആരംഭിക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഇത് ഏറെ ഉപകാരപ്രദമാണ്. മാത്രമല്ല, വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കുന്നതിലുമൊക്കെ തന്നെ ഈ 4 വർഷ ബിരുദ കോഴ്സുകൾ സഹായിക്കും എന്ന റിപ്പോർട്ടുകളാണ് ഉള്ളത്. കലാലയങ്ങളിലും അതുപോലെ തന്നെ സർവകലാശാല ക്യാമ്പസുകളിലുമൊക്കെ തന്നെ ഈ 4 വർഷ ബിരുദ കോഴ്സുകൾ ഈ അക്കാഡമിക് വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ജൂലൈ 1-നാണ് 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ക്ലാസുകൾ ആരംഭിക്കുന്നത്. മെയ് 20-ന് മുൻപ് അപേക്ഷ ക്ഷണിക്കും. ജൂൺ 15-നകം ട്രയൽ റാങ്ക് ലിസ്റ്റും അവസാന റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. ജൂൺ 20-ന് പ്രവേശനം ആരംഭിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുതിയ കാലത്തെ അക്കാഡമിക് കരിയർ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം ബിരുദം രൂപകൽപ്പന ചെയ്യാനാണ് പുതിയ സൗകര്യം ഒരുക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. ഉദാഹരണമായി, നിലവിൽ കെമിസ്ട്രി എന്ന വിഷയത്തോടൊപ്പം ഫിസിക്സും കണക്കും നിർബന്ധമായി പഠിക്കേണ്ടതുണ്ടെങ്കിൽ പുതിയ സംവിധാനത്തിൽ അത് കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും ഇലക്ട്രോണിക്സും ചേർന്നോ അല്ലെങ്കിൽ സാഹിത്യവും സംഗീതവും ചേർന്നോ അതുമല്ലെങ്കിൽ കെമിസ്ട്രി മാത്രമായോ പഠിക്കാനുള്ള അവസരമുണ്ടാകും. വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ച് പഠനം രൂപകൽപ്പന ചെയ്യാൻ പുതിയ സംവിധാനത്തിന്റെ ഭാഗമായി കലാലയങ്ങളിൽ അക്കാഡമിക് കൗൺസിലർമാരുണ്ടാകും. 3 വർഷം കഴിയുമ്പോൾ ബിരുദവും 4 വർഷം കഴിയുമ്പോൾ ഓണേഴ്സ് ബിരുദവും ലഭിക്കും. മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് 2.5 വർഷം കൊണ്ട് തന്നെ ബിരുദം പൂർത്തീകരിക്കാനുള്ള അവസരവും ഉണ്ടാകും. N-1 എന്നാണ് ഈ സംവിധാനത്തിനെ പറയുക. പഠനത്തിനിടയ്ക്ക് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അന്തർ സർവകലാശാല മാറ്റത്തിനുള്ള അവസരവും ഉണ്ടാകും. റെഗുലർ കോളേജ് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി കോഴ്സുകൾ ചെയ്യാനും അതിലൂടെ ആർജിക്കുന്ന ക്രെഡിറ്റുകൾ ബിരുദ ഓണേഴ്സ് കോഴ്സ് പൂർത്തീകരിക്കാൻ ഉപയോഗപ്പെടുത്താനും സാധിക്കും. ഓരോ കലാലയത്തിൻ്റെയും പ്രത്യേകതകൾക്ക് അനുസരിച്ച് രീതികൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. ഒരു സർവകലാശാലയ്ക്ക് കീഴിലെ ഒരു കോളേജിൽ നടത്തപ്പെടുന്നത് പോലെ ആകണമെന്നില്ല ഒരു കോഴ്സോ വിഷയമോ മറ്റൊരു കോളേജിൽ പഠിപ്പിക്കുക. ഈ രൂപകൽപ്പനയിലും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തമുണ്ടാകും. വിദ്യാർത്ഥികളുടെ സംശയങ്ങളും പ്രയാസങ്ങളും കാലതാമസമില്ലാതെ പരിഹരിക്കാൻ സർവകലാശാലാ തലത്തിലും കോളേജ് തലങ്ങളിലും ഹെൽപ്പ് ഡെസ്ക് ഒരുക്കും. പരമാവധി സേവനങ്ങൾ ഓൺലൈനാക്കും. നൈപുണ്യ വിടവ് നികത്തുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹ്രസ്വകാല വ്യവസായ സംബന്ധിയായ കോഴ്സുകൾ ആരംഭിക്കുമെന്നും മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി.